നമസ്കാരം. എല്ലാവർക്കും അമിത സ്വാതന്ത്ര്യ ദിനാശംസകൾ. എന്തുകൊണ്ടായിരിക്കും അമിത സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ 80ാം സ്വാതന്ത്ര്യദിന ആഘോഷവേളകളിൽ പല സ്ഥലത്ത് നടന്ന ആഘോഷങ്ങളും കാണുകയുണ്ടായി. തികഞ്ഞ സങ്കടം, അത്യധികം സങ്കടത്തോടു കൂടിയാണ് ചില സ്ഥലങ്ങളിലെ ആഘോഷങ്ങളൊക്കെ കാണുകയുണ്ടായി. പണ്ട് മുതലേ റിപ്പബ്ലിക് ദിനമായാലും സ്വാതന്ത്ര്യദിനമായാലും എല്ലാത്തിനെയും ആഘോഷങ്ങളൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പങ്കെടുക്കുകയും ബാക്കി ടി വിയിൽ കാണുകയും പലയിടും അതൊക്കെ കണ്ട് വളർന്ന ഒരു ബാല്യമുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ട് കാണാൻ കഴിയുന്നത് ഭാരതത്തിൻ്റെ നാഷണൽ ആന്തവും രാഷ്ട്രഗാനവും രാഷ്ട്രഗീതവും തമ്മിലുള്ളൊരു മത്സരമൊക്കെയാണ് കാണാൻ കഴിയുന്നത്. തികച്ചും മ്ലേച്ഛമായിട്ടുള്ള ഒരു മത്സരം. എന്താണ് ഇത്? രാഷ്ട്രീയ കോമരങ്ങൾ കാട്ടിക്കൊടുക്കുന്നത്. പ്രതിഷേധിക്കാനുള്ള വേദി ഇതല്ല എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾ രാജ്യത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ടല്ലോ. രാഷ്ട്രീയക്കാരെ എല്ലാവരെയും കുറിച്ചാണ്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിങ്ങൾ രാഷ്ട്രത്തിന് കൊടുക്കുന്ന സന്ദേശം, രാഷ്ട്രത്തിലെ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം തെറ്റാണ്. അത് തെറ്റാണ്. ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഗാനത്തിനും രാഷ്ട്രീയ ഗീതത്തിനും പ്രാധാന്യമുണ്ട്. അത് തമ്മിൽ മത്സരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ തമ്മിലടിച്ച് അതിന് യാതൊരു വിധത്തിലുള്ള ബഹുമാനവും നേടിക്കൊടുക്കേണ്ടതില്ല. അതിൻ്റെ പേരിൽ തമ്മിലടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ കാണുന്നത്. എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി നേടിത്തന്ന സ്വാതന്ത്ര്യം? പാരതന്ത്ര്യം അനുഭവിച്ച ഒരു തലമുറയിലെ ഒരാൾ പോലും ഇന്ന് ഉണ്ടെങ്കിൽ തന്നെ പ്രായാധിക്യം കൊണ്ട് അവർ ഈ ശബ്ദകോലാഹലങ്ങളൊന്നും കേൾക്കുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ തീർച്ചയായും വടിയുമായി അവരിറങ്ങിയനെ നിന്നെയൊക്കെ തച്ച് തകർക്കാൻ. ഈ നാടിനു വേണ്ടി കഷ്ടപ്പെട്ടവരുടെ ജീവനുകൾക്ക് മുന്നിൽ ബാഷ്പാഞ്ജലികൾ സമർപ്പിച്ച് ഈ നാടിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന വേളയിൽ അമിതമായി കിട്ടേണ്ട സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ തല്ലുപിടിക്കുന്ന കോമാളികളും നമോവ. രാഷ്ട്രീയ ഗാനവും രാഷ്ട്രീയ ഗീതവും ഒക്കെ ഉണ്ടായ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തിനാണ് ഈ നാടിൻ്റെ ഒരു ഗാനത്തിനും ഗീതത്തിനും ഒക്കെ വേണ്ടി നമ്മൾ തമ്മിലടിക്കുന്നത്? അതും ഈ വേദിയിൽ, ഈ സ്വാതന്ത്ര്യദിന ആഘോഷവേളയിൽ തന്നെ വേണമോ ഈ തമ്മിലടി? രാഷ്ട്രീയ ഗീതമൊന്ന് പാടിയാൽ ഇടിഞ്ഞു വീഴുന്നതൊന്നും ഈ നാട്ടിലില്ല. ബംഗാൾ വിഭജന കാലത്ത് എല്ലാവരും ഒത്തുചേർന്ന്, ഹിന്ദുവും മുസ്ലിമും ഒത്തുചേർന്ന് പാടിയ ആ ഗാനം ബങ്കിം ചന്ദ്ര എഴുതിയ, ബ്രിട്ടീഷുകാരൻ നിരോധിച്ച ഗാനം ഇന്ന് നമ്മൾ നിരോധിച്ചിരിക്കുന്നു. ശരി, അത് ഒരു സൈഡിൽ. രണ്ടാമത്തെ സൈഡിൽ കാണുന്നത്, ഇല്ല ഞങ്ങളിത് പാടും, ഞങ്ങളിത് പാടിയേ ആകൂ. ശരി, അവിടെ കോഴിക്കോട് ഉള്ള ഒരു പരിപാടിയുടെ വീഡിയോ കണ്ടു. അപ്പോൾ അവിടെ രാഷ്ട്രീയ ഗാനം ആലപിക്കുകയാണ്. ജനഗണമന എന്ന് പറഞ്ഞ് തുടങ്ങിയതും വന്ദേമാതരം പാരലായി പാടുന്നു. എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്? നിങ്ങൾക്ക് രാഷ്ട്രീയ ഗാനത്തിനോടും രാഷ്ട്രീയ ഗീതത്തിനോടും രണ്ടു കൂട്ടർക്കും ഒരു തരത്തിലുള്ള ആദരവും ഉണ്ടെന്ന് കാണുന്നവർക്കൊക്കെ കാര്യം പിടികിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നിർത്തുക, അപേക്ഷയാണ്. എന്നെ എത്ര പേർ കേൾക്കുന്നുണ്ടെന്ന് എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. കേൾക്കാനും വളരെ കുറച്ച് പേരെ കേൾക്കാനും സാധ്യതയുള്ളൂ. എങ്കിലും ഒരാളെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ നാടിൻ്റെ നല്ലതിനല്ല. എന്തായാലും എല്ലാവർക്കും ഈ രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത, അല്ലെങ്കിൽ ഇനിയെങ്കിലും ബാധിക്കാതിരിക്കട്ടെ, ബാധിച്ച എല്ലാവരുടെയും തിമിരം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സൈനികൻ്റെ സ്വാതന്ത്ര്യദിനാശംസകൾ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.